ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ പാർട്ടി വ്ളോഗിൽ ഉമ്മ ഉണ്ടാക്കിയ ആ ഒരു ബട്ടർ പത്തിരിൻ്റെയും ചിക്കൻ കുറുമൻ്റെയും റെസിപ്പി ആയിട്ടാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പം റെസിപ്പിയിലേക്ക് പോവാം. ഞാനിതാ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1.5 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പത്തിരിയിലും ചുടുന്ന അരിപ്പൊടിയില്ലേ, അതാണ് ചേർത്ത് കൊടുക്കണ്ടേ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. ഇതും 1.5 കപ്പ് തന്നെയാണ്, 250 ml കപ്പിലാണ് കേട്ടോ. പിന്നെ പത്തിരിപ്പൊടി ചുടുന്ന അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ പച്ചവെള്ളത്തിൽ കുഴക്കുന്ന ആ ഒരു കണ്ണൂർ സ്റ്റൈൽ അരിപ്പൊടിയാണ് കേട്ടോ വേണ്ടേ. സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ പാല് ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ആവശ്യത്തിന് പാല് ചേർത്തിട്ട് കുഴച്ചെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. പാലിന് പ്രത്യേകിച്ച് ചൂടൊന്നും വേണ്ട, റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുത്താൽ മതി കേട്ടോ. പിന്നെ തണുത്ത പാലെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം കൈവച്ചിട്ട് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കൂലേ, അതുപോലെ തന്നെയാണ്. പിന്നെ പാർട്ടി വ്ളോഗിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിനി ബട്ടർ പത്തിരി എന്താണെന്ന് അതിൻ്റെ റെസിപ്പി കാണിക്കുമെന്നല്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിനി എല്ലാവർക്കും അറിയുമെന്നാണ് കേട്ടോ. ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പി തന്നെയാണ് ഇത്. ഒരുപാട് പേര് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി വീഡിയോ. പിന്നെ അറിയാത്തവർ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിക്ക്. നമ്മൾ അധികം പാർട്ടികളിൽ ഈസി ആയിട്ട് റെഡിയാക്കുന്ന ഐറ്റമാണ് കേട്ടോ. പാർട്ടിയിലോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും വന്നാലും കുക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പി തന്നെയാണ്. ഞാനിപ്പോൾ ഇതാ മൊത്തത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടർ പത്തിരിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചിട്ട് കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുക. നമ്മൾ ചപ്പാത്തിയെല്ലാം ചുടൂലേ, അല്ലാന്നുണ്ടെങ്കിൽ കുബൂസ് ചുടൂലേ, അതുപോലെ ഇത് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ചുട്ടെടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. വലിയ ചപ്പാത്തിൻ്റെ എല്ലാം വലുപ്പത്തിൽ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് സ്പീഡായിട്ട് ഒന്ന് പരത്തിയെടുക്കലാണ്. പിന്നെ പരത്തുമ്പം ശ്രദ്ധിക്കുക, എല്ലാ ഭാഗത്തും ഒരുപോലെ പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ചൂടായ ഓട്ടിലേക്ക് ഇട്ട് കൊടുക്കലാണ്. പാനിൽ ചുട്ടെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ഭാഗം കുക്കായിട്ട് വരുമ്പം തിരിച്ചിട്ട് കൊടുക്കുക. ഒന്നുമില്ല, നമ്മൾ ചപ്പാത്തിയെല്ലാം ചെയ്യൂലേ, സെയിം അതുപോലെ തന്നെയാണ്. പിന്നെ ബട്ടർ പത്തിരി എന്നല്ല ഇതിൻ്റെ പേര്. ഇതിന് മുകളിലായിട്ട് കുറച്ച് ബട്ടർ മെൽറ്റാക്കിയതും കൂടി സ്പ്രെഡ് ആക്കി കൊടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ. പിന്നെ ഇത് പാലിലും വെള്ളത്തിലും ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളവും കുറച്ച് പാൽപ്പൊടിയും ചേർത്തിട്ടും ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ, അത് ശ്രദ്ധിക്കുക. പിന്നെ മൈദയും മൈദയും പത്തിരിപ്പൊടിയും എടുക്കുമ്പോൾ ഒരുപോലെ എടുക്കാനും ശ്രദ്ധിക്കുക. പിന്നെ മൈദക്ക് പകരം കുറച്ച് ആട്ടപ്പൊടിയും കൂടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം ഒരു ഭാഗം കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ബട്ടർ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് പൊങ്ങി വരും. അപ്പോൾ ഇതാ രണ്ട് ഭാഗം ഒരുപോലെ നമ്മൾ ചപ്പാത്തിയെല്ലാം ചെയ്യുന്ന പോലെ സ്പീഡായിട്ട് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഇത്. എന്തായാലും നിങ്ങൾ റെഡി ആക്കി വെക്കുക, അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ചപ്പാത്തിയെല്ലാം ചുട്ടിട്ട് മടുത്തിനെങ്കിൽ കഴിച്ചിട്ട് മടുത്തിനെങ്കിൽ ഇത് അടിപൊളി ഓപ്ഷനാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി വെക്കൂ. പൊറോട്ടൻ്റെ എല്ലാം ആ ഒരു ടേസ്റ്റ് വരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പം എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റുമാണ്. ചിക്കൻ കറി, മട്ടൻ കറി, വെജിറ്റബിൾ കുർമ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും കേട്ടോ, അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചിക്കൻ കുർമൻ്റെ റെസിപ്പി കാണിക്കാം. ഞാനിപ്പോൾ ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പാത്രം ചൂടായിട്ട് വന്നാൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ 2 ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ടാക്കി എടുക്കുക. നമ്മൾ കുക്കറിലാണ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ ചിക്കൻ കുറുമക്ക്. ഞാൻ പാർട്ടി വ്ളോഗിൽ ഉമ്മാൻ്റെ ചിക്കൻ കുറുമ കാണിച്ചു തരാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിന് ചിക്കൻ കുറുമൻ്റെയും ബട്ടർ പത്തിരിൻ്റെയും റെസിപ്പിക്ക്. അപ്പം ആ ഒരു സെയിം ചിക്കൻ കുറുമയാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ചിക്കൻ കുറുമൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഇർഫാന ഷംഷീർ ചിക്കൻ കുറുമ റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുത്തിട്ട് അടച്ച് വെച്ച് കുക്കാക്കിയിട്ടുണ്ട്. ഉള്ളി ഒന്ന് കുക്കായിട്ട് വന്നാൽ മാത്രം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു ബൾബ് വെളുത്തുള്ളി, ഇല്ലാന്നുണ്ടെങ്കിൽ 8 അല്ലി വലിയ വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 8 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം ഒരു ബൾബ് വെളുത്തുള്ളിയും 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും പിന്നെന്താ ഒരു 3-4 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2-3 തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഉള്ളിയും തക്കാളിയും നല്ലോണം കുക്കാണ് കേട്ടോ, എന്നാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ തന്നെ ക്രഷ് ചെയ്ത കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് മല്ലി മിക്സാണ്. 1/2 ടീസ്പൂൺ കുറച്ച് മുളകും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ എല്ലാം റോസ് മെല്ല് മാറുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ കഴുകിയിട്ട് ക്ലീൻ ആക്കി വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ചില്ലി പീസായിട്ടാണ് ചിക്കൻ കട്ടാക്കി എടുത്തത്. ഇതിപ്പം 1/2 കിലോ ചിക്കനാണ് കേട്ടോ.
നമുക്കിത് നല്ല ക്വാണ്ടിറ്റിയിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇതാ അടച്ച് വെച്ച് വേവിക്കലാണ്. കുക്കറിലാണെങ്കിൽ 2-3 വിസിൽ മതി കേട്ടോ. ഞാനിപ്പം എന്താ പറയുക വീഡിയോക്ക് വേണ്ടിക്ക് ഈ ഒരു പോട്ടിൽ ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇതാ ചിക്കന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ ഒഴിച്ചെടുക്കുക. പിന്നെ തേങ്ങാപ്പാലെല്ലാം എടുക്കാൻ കുറച്ച് പണിയല്ലേ, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഫ്രഷ് ക്രീം ഇതാ ഞാൻ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കലാണ്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച്. ഇനിയിപ്പം ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് തിക്ക് ഗ്രേവി ആവണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഞാനിപ്പം ലൂസായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഒരു 10-15 കാഷ്യൂനട്ട് ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് മിക്സിയുടെ ജാറിൽ നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ്. അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയെടുക്കുക. ഇതിപ്പം കുറച്ച് ലൂസായിട്ടല്ലേ ഉണ്ടാവുക. ഇത് തണിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും കേട്ടോ. പിന്നെ നല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ക്രഷ് ചെയ്ത കുരുമുളകും കസൂരി മേത്തിയും ചേർത്ത് കൊടുക്കലാണ്. പിന്നെ കസൂരി മേത്തിയെല്ലാം ഷോപ്പിൽ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചിക്കൻ കുറുമയിൽ കസൂരി മേത്തി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കറികളിലും ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തിക്ക് ഗ്രേവി ആയിട്ടുള്ള എന്താ പറയുക ചിക്കൻ കുറുമൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സെയിം ഇതേ റെസിപ്പി തന്നെയാണ് കേട്ടോ. ഞാനിപ്പം ലൂസായിട്ടാണ് ചെയ്തെടുത്തത്. അപ്പം നിങ്ങൾക്ക് തിക്കായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുറച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാലും കുറച്ച് തണിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് മാറും കേട്ടോ. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ബട്ടർ റോട്ടി അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പത്തിരിൻ്റെ കൂടെ ഈ ഒരു ചിക്കൻ കുറുമ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഒരുപാട് ചിക്കൻ കറിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടോക്കുക. പിന്നെ പാർട്ടി വ്ളോഗ് കാണാത്തവരാണെങ്കിൽ കണ്ടോക്കുക കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി തിക്കായിട്ട് മാറുമെന്ന്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കുറുമ കുറച്ചുകൂടി തിക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.